அரங்கமதிர விசில் பறக்கவே. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കൂലി സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പടം ഒരു വൈബ് പടമാണ്. പക്ഷേ ഒരു ചെറിയ ഇക്കുമുക്കൊക്കെ ഉണ്ട്. പക്ഷെ പോവാനുള്ള ആൾക്കാർ പോയി കണ്ട് വാച്ച് ചെയ്തിട്ട് വരാൻ ഒരു ബെസ്റ്റ്, ഒരു നല്ലൊരു മാസ് കമേഴ്ഷ്യൽ, ഒരു നല്ല ഫൈറ്റ് സീൻസും നല്ല സ്റ്റോറിയും ഇപ്പൊ നൈസായിട്ട് പോയിട്ടുണ്ട്. ഈ ബിൽഡപ്പിനെ കൊടുത്തുള്ള ചെറിയ ബിൽഡപ്പേ കൊടുത്തുള്ളൂ. പക്ഷെ ഈ ബിൽഡപ്പിനെക്കാളും കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. രജനീന്റെ മാസ് മൂവ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ല, തലവേറുന്ന അത് കാരണം തലവേറിന്റെ ഇതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഈ ലോക്കിന്റെ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അത് പിന്നെ ഉള്ളത് ആണല്ലോ. നമ്മള് ട്രെയിലർ കണ്ടിട്ട് പോണത് വേറെ ആയിരിക്കും. പക്ഷെ ഈ സിനിമയില് നിങ്ങൾ കാണുമ്പോൾ അത് ടോട്ടലായിട്ട് ഒരു വേറൊരു ട്രാക്കിൽ പോകും. ചെറിയ ചെറിയ ഈ സത്യരാജിന്റെ ക്യാരക്ടർ റോള്, ഷൗബിനൊക്കെ ഭയങ്കര ട്വിസ്റ്റ്, സൗബിൻ ഭായിന്റെ ഒക്കെ ഭയങ്കര ട്വിസ്റ്റ്. അത് പറഞ്ഞാ നമ്മളൊന്നും വിചാരിക്കാത്തൊരു സംഭവമാണ്. നാഗാർജുനെ കൺവിൻസ് 7 വട്ടം കഥ പറഞ്ഞു. പക്ഷെ നാഗാർജുന്റെ പെർഫോമൻസ് കിടിലുമാണ്. നമുക്ക് ത്രൂ ഔട്ട് ആയി പെർഫോമൻസ് നല്ലൊരു വില്ലന്റെ ഒരു കറിസ്മ അങ്ങനത്തെ ഫേസിലുണ്ട്. ഈ വില്ലന്റെ ഒരു ഈവൽ ലുക്കും ഒരു ഇതും ഒരു അങ്ങനത്തെ ഒരു വൈബ് നൈസായിട്ട് ഉണ്ട്. പക്ഷെ ഇതിൽ എന്താ വെച്ചാ സൗബിൻ വന്നിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് നാഗാർജുനെ എടുത്ത് കഴിച്ചു എന്ന് പറയാം. അതുപോലെ അതിന്റെ ഒപ്പം ഒരു പെണ്ണിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ആരാന്നൊന്നും പറയുന്നില്ല, എന്താന്നൊന്നും പറയുന്നില്ല. അത് അതിനേക്കാളും ഒരു ട്വിസ്റ്റ്. എന്റെ അമ്മ, ആ ട്വിസ്റ്റ് ഒക്കെ വന്നിട്ട് നമുക്ക് വിചാരിക്കാം, പക്ഷെ ചെറുതായിട്ട് ഒരു ഡൗട്ട് വരും. പക്ഷെ അന്ന് ആ ട്വിസ്റ്റ് നടക്കുമ്പോ അതില് ഒരു മാസ് ഒരു സംഭവം നടക്കും. അപ്പൊ ഒരു ട്വിസ്റ്റ് നടക്കും. അത് ഏത് പെണ്ണായിട്ട് വേണമെങ്കിലും ഇരിക്കും. പക്ഷെ ഒരു ട്വിസ്റ്റ് നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇത് വന്നിട്ട് ഇതില് ഒരു എന്താ പറയാ, ഒരു കാമുകിനെ കൊല്ലുന്നുണ്ട്. ഓക്കെ, അത് പക്ഷെ ഒരു ലേഡി മർഡർ ഉണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നതാണ്. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കേഷ് ടച്ച് ആയിട്ട് ലേഡി മർഡർ ഉണ്ട്. പക്ഷെ വന്നിട്ട് അത് ആരാന്ന് പറയില്ല, നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും. അത് നമുക്കൊരു ട്വിസ്റ്റ് വരും. എൽസുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ട്വിസ്റ്റ് ആയി അത് മനസ്സിലാവും. ഇതൊരു എന്താ പറയാ, ഒരു ട്രോള് പോലെ ഇട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ എല്ലാ സിനിമയിലും കൊല്ലുന്നുണ്ടാവും, ഈ സിനിമയിൽ ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് എടുത്തിട്ട് ഒരാളെ കൊല്ലാൻ കൊടുത്ത പോലെ ഒരാളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ലപടി കൊല്ലാനും ചെയ്തിട്ടുണ്ട്, തട്ടാനും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നെ പറയണെങ്കിൽ ഉപേന്ദ്രന് ഒരു നല്ലൊരു മാസ് ബിൽഡപ്പ് സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കും. പക്ഷെ സ്റ്റാർട്ടിങ് അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. ഒരു ചെറിയൊരു 3-5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ഫൈറ്റ് സീനിൽ. അങ്ങനെ ഒരു നല്ലൊരു ഫൈറ്റ് സീനാണ്. അതും നൈസായിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് ഇങ്ങനെ ഉപേന്ദ്ര അറിയുന്നത് വന്നിട്ട് രജനീന്റെ ഒരു ഭയങ്കരമായ ഒരു ആരാധകനായ കാരണം അത് നൈസായിട്ട് ആ ഒരു ഇത് മാനസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന്റെ ഒരു മാസ് ബിൽഡപ്പും കാര്യങ്ങളും നൈസായിട്ടുണ്ട്. അങ്ങനെ ഉപേന്ദ്രയ്ക്ക് നൈസായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ട്വിസ്റ്റ് വന്നത് വന്നിട്ട് നമ്മുടെ അമീർ ഖാനാണ്. അമീർ ഖാന്റെ എൻട്രിയും അവിടെ നടക്കുന്ന സംഭവങ്ങളും. അതൊരു എക്സ്റ്റൻഡർ ക്യാമിയോ പറഞ്ഞു. പക്ഷെ വലുതായിട്ട് എക്സ്റ്റൻഡർ അല്ലേ, അത് ഏകദേശം ഒരു 6-7 മിനിറ്റ്. അതിൽ ലാസ്റ്റിലും കുറച്ച് കോമഡി ഒക്കെ നടക്കുന്നുണ്ട്. അത് നൈസ് ഒരു കോമഡി. അത് കോമഡി വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. സ്പോയിലേഴ്സ് അല്ല, വലിയ സ്പോയിലർ ഒന്നുമില്ല. നമ്മുടെ ഇത് രജനി വന്നിട്ട് മറ്റേ ബീഡി വലിക്കുമല്ലോ, ബീഡി വലിക്കുന്ന സമയത്ത് അത് എടുത്ത് അമീർ ഖാൻ വലിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹിന്ദിയിൽ വന്നിട്ട് പറയും, ബഹുത് അച്ചായ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വേറൊരാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, 2 പീടി കൂടി എടുത്തോട്ടാ പറയും, എക്സ്ട്രാ ഉണ്ടെന്ന് ചോദിക്കും. ഒരു പീടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഉണ്ടെന്ന് ഉണ്ട് വേണ്ട ഒന്നെടുത്ത് തരും. ഒന്ന് അവൻ്റെ അടുത്ത് വെച്ചിട്ട് പാക്കറ്റ് എടുത്തിട്ട് പോകും, വീട് കെട്ട് എടുത്തിട്ട് പോകും. അതിന് അമീർ ഖാൻ അങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് വീടിയും മേടിച്ചിട്ട് പോകും. നൈസ് സ്ഥലത്ത് ഒരു നൈസ്, അതൊരു സിനിമയോടെ കാണുമ്പോൾ ഒരു നൈസ് ഒരു വൈബാണ്. പിന്നെ കുറെ ചെറിയ ആദ്യത്തെ ഫൈറ്റ് ഭയങ്കര ഒരു നൈസ് ഒരു സ്മൂത്ത് വൈബുള്ള ഒരു ഫൈറ്റാണ്. നമുക്ക് വലിയൊരു ഇത് തോന്നില്ല. പിന്നെ ഇതിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്തിനാന്ന് വെച്ചിട്ട് പറയണെങ്കിൽ അതിലൊരു ഇത് നടക്കും. ഒരു നമ്മുടെ അതൊരു ഏകദേശം ഒരു ചെറിയൊരു സൈഫൈ ആണ്. പക്ഷെ അത് ചെറിയ സൈഫൈ അല്ല, ഒരു ഫിക്ഷൻ ഓക്കെ സൈഫൈന്റെ ഒരു ഇതിലായിട്ട് വരും. ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മൾ എല്ലാവരും യോഗിച്ച പോലെ
നമ്മുടെ ചങ്ങായി വന്നിട്ട് ഒരു സയന്റിസ്റ്റ് ആണ്. ആര് സത്യരാജ്. സത്യരാജ് വന്നിട്ട് സയന്റിസ്റ്റ് ആണ്. പക്ഷെ അതെന്താ സംഭവം എന്നുകൊണ്ട് പറയുന്നില്ല. അതിൽ നടക്കുന്ന ഒരു ചില സംഭവങ്ങൾക്ക് വേണ്ടി അവര് വന്നിട്ട് അത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്താ വെച്ചാ ഈ വിക്രത്തിലേക്ക് പല്ലൊക്കെ അഴിഞ്ഞു പോണത്, ലിയോയില് വായി കീറുന്ന അത്ര അതേപോലത്തെ ഏകദേശം ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇതിലുള്ളൂ. പക്ഷെ അതിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ കാരണമായിരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇല്ലാണ്ട് അതിനായിട്ട് വലുതായിട്ട് ഈ മാർക്കോ ലെവലിലൊന്നും ഒന്നും ആരും, മാർക്കോ ഈ കില്ല് ആ ലെവലിലൊന്നും ആരും എക്സ്പെക്ട് ചെയ്യണ്ട. ഒരു ജയിലർ വൈബ്, ഒരു എന്താ പറയാ ലിയോ, വിക്രം ഈ വൈബിൽ തന്നെ പോണത്. വലിയ അങ്ങനെ ബ്രൂട്ടാലിറ്റി ഒന്നും അത്ര ഇല്ല. നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അറിവ് കാണാനുള്ള അത്ര സീൻസ് ഒന്നും ഇല്ല. നമുക്ക് ടെൻഷനാക്കും കുറച്ച് സീൻസിൽ. ഈ ശ്രുതിഹാസന്റെ ചില സീൻസ് ഒക്കെ ടെൻഷനാവും. ശ്രുതിഹാസനെ നൈസായിട്ട് അഭിനയിച്ചത്. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് ശ്രുതിഹാസന്റെ ഏറ്റവും നൈസ് ക്യാരക്ടർ റോൾ പ്ലേ ഏതിലാന്ന് വെച്ചാൽ 3 ഒന്ന് ഒരു ടോപ്പ് മാർക്കാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ട 7ാം അറിവിൽ ഒരു വുമൺ റോൾ ഉണ്ടാകും. അത് നൈസ് ഒരു ക്യാരക്ടർ റോൾ തന്നെ. നല്ല ബോൾഡ് ആയിട്ടുള്ളത് അതേപോലെ, പക്ഷെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അത്ര ബോൾഡ് അല്ല, പക്ഷെ വന്നിട്ട് അതിന്റെ ഒരു നമുക്കൊരു സ്നേഹം മനസ്സിലാവും ആ ഒരു ക്യാരക്ടറിന്റെ. അത് നല്ലൊരു ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൊരു ചെറിയ ചെറിയ എമോഷൻ സീൻസ് പോലെ അങ്ങനെ വരും. അത് ആദ്യത്തെ ഒരു സീനിൽ തന്നെ നല്ലൊരു എമോഷൻ നമ്മുടെ കണ്ണില്. എനിക്ക് ആദ്യത്തെ ഒരു സീന് വന്നിട്ട് ഒരു എമോഷണൽ സീൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ച് ഒരു ഇതായി ഒരു എമോഷണൽ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഫുള്ള് ഒരു 4 ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നൈസാണ്. നമ്മുടെ അമീർ ഖാൻ ഭായിന്റെ ഒരു ബിൽഡപ്പ് സീനാണത്. സ്റ്റാർട്ടിങ് തൊട്ട് വരെ റോളക്സ് പറഞ്ഞ പോലെ ഇതിൽ വന്നിട്ട് അമീർ ഖാന്റെ പേര് അതും പറയുന്നില്ല, നിങ്ങൾ ലാസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ നൈസായിട്ട് പോകുന്നുണ്ട്. പിന്നെ 2 പഴയ പാട്ടൊക്കെ ഉണ്ട്. ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷനിൽ വന്നിട്ട് ഒരു പാട്ടിന് വന്നിട്ട് എന്താണ് കമ്പനീന്റെ അടുത്ത് ഇത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്താണ് പെർമിഷൻ മേടിക്കണം എന്നിട്ട് പറഞ്ഞു. അത് പ്രൊഡക്ഷൻ കമ്പനിന്റെ അടുത്തും പിന്നെ അതിനടുത്ത് പെർമിഷൻ മേടിക്കണം. അപ്പൊ അതിൽ എല്ലാവരും പറഞ്ഞു ഇതിൽ ചിലപ്പോൾ ലിയോന്റെ കണക്ട് അങ്ങനെയൊക്കെ വരുമോ, എൽസിന്റെ കണക്ട് അങ്ങനെ 2-3 പഴയ പാട്ടുകളുടെ ഇതിന് വേണ്ടിയിട്ടാണ് അവര് മറ്റേ ഇത് വിട്ടിരിക്കുന്നത്. മറ്റേ ഇത് ചോദിച്ചിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ. അതിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അല്ലാണ്ട് LCUലായിട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഇത് വന്നിട്ട് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. LC പക്ഷെ ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ടെൻഷൻ എത്തിന് പോ, എന്നാലേ കറക്റ്റ് ആവും. ഓക്കെ. ഇതില് രജനിനെ കുറിച്ച് മെയിൻ പറഞ്ഞില്ല. രജനീന്റെ ഒക്കെ പറഞ്ഞ അതിലൊരു മാസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഇതുണ്ട്, പണ്ടത്തെ മോൺടാജ്. ഈ മോൺടാജ് പറഞ്ഞാൽ കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. അതില് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വോയിസും ലുക്കും ഏകദേശം അതേപോലെ ഒരു പഴയ ഒരു രജനീന്റെ ഒരു നമുക്കൊരു ഫീല് വരും. ഈ ഫീല് കൊണ്ടുവരണം അതൊരു വലിയ സംഭവം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഇട്ടൊക്കെ കാര്യമില്ല. ഈ ഫീല് കൊണ്ടുവന്നത് അത് നൈസായിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് അതില്. പിന്നെ എന്താണ്, പിന്നെ അങ്ങനത്തെ ഒരു ചെറിയ ഇതൊക്കെ വന്നിട്ട് നമുക്ക് നൈസായിട്ട് വരും. പിന്നെ ഇതിലും വന്നിട്ട് രജനി സാറിന്റെ മറ്റേ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസും മറ്റേ എമോഷൻ സീനൊക്കെ അതൊക്കെ കുറച്ചിങ്ങനെ ഹിറ്റ് ആവും. എന്താ വെച്ചാൽ അതിൽ മൊത്തം ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ സെന്റിമെന്റ് ആകുമ്പോൾ നമുക്കത് ക്യാച്ചിനകത്ത് ഒരു നല്ലൊരു ലുക്കും കൊടുത്തിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. മറ്റേ നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഊണക്ക് അപ്പാതാ എനക്ക് നൻപെന്ന് പറഞ്ഞിട്ട് ഒരു സീനില്ലേ, അതൊക്കെ നൈസായിട്ട് വരും. അത് പിന്നെ എന്താണ് നല്ല എലിവേഷൻ സീൻസ് ഒക്കെ കുറെ ഉണ്ട്. നൈസ് ഒരു കമേഴ്ഷ്യൽ മാസ് മസാല കുറച്ച് കുറവാണെങ്കിലും ഒരു മാസ് എന്റർടൈൻമെന്റ് ആണ്. നല്ലൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബിൽ കാണുകയാണെങ്കിൽ ഇത് ഓക്കെ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും തോന്നണം. എനിക്ക് എന്താ വെച്ചാൽ വലുതായിട്ട് കുറ്റം പറയാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. ചെറിയൊരു നമുക്ക് ത്രൂ ഔട്ട് നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ആൻഡ് മാച്ച് ഉണ്ടാവുന്ന പോലെ ചിലപ്പോൾ ഉണ്ടാവും തോന്നുന്നു. പക്ഷെ കറക്റ്റ് അറിയില്ല. മാക്സിമം നൈസായിരിക്കും. അത് കാരണം ഗായ്സ് എല്ലാവരും പോയി കാണുക. കണ്ടിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. നമ്മൾ കമന്റ്സും കുറച്ച് ആരെങ്കിലും കമന്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. മാക്സിമം നല്ല കണ്ടന്റ്സ് ഇടാൻ നോക്കാം. പിന്നെ വന്നിട്ട് ഇപ്പൊ ഏകദേശം റൂം ഷിഫ്റ്റ് ആവും. ഇപ്പൊ പുറകിലേക്ക് ഇരിക്കുന്ന TV ആണ്. അപ്പൊ അത് കാരണം ഈ TV യിലാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കി കഴിയുക. അപ്പൊ പുതിയ
പുതിയ റൂമിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒക്കെ സെറ്റിംഗ് ഒക്കെ മാറ്റും. ഭയങ്കര ചെറിയ റൂമാണ്, 8x8 അങ്ങനത്തെ ചെറിയ റൂമാണ്. അപ്പൊ മാക്സിമം അടുത്ത വീഡിയോസിലേക്ക് വന്നിട്ട് സ്ഥലം മാറും. ആകെ ഉള്ള ഒരു 60 സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ഇതാണ്. സ്ഥലം മാറുമ്പോൾ കുറച്ചും കൂടി നൈസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മള് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. See you until then. Bye bye bye. By the way.